ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോഴത്തെ ഒരു റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ 10 പേരുടെ റെസ്യൂമ് റിവ്യൂ ചെയ്യാന്ന് പറഞ്ഞിട്ട്. സോ 10ലേറെ വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ പറഞ്ഞെങ്കിലും 10ലേറെ ഉള്ളത് ഞാൻ റിവ്യൂ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞാൻ 10 പേരുടെ റെസ്യൂംസ് റിവ്യൂ ചെയ്ത് അവർക്ക് തിരിച്ച് മെയിൽ അയച്ചിട്ടുണ്ട്. സോ മെയിൽ അയച്ച സമയത്ത് ഇൻസ്റ്റാഗ്രാമിൽ DM ചെയ്തവർക്ക് ഞാൻ റെസ്പോൺസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സോ എനിക്ക് ഈ റെസ്യൂംസ് ഒക്കെ റിവ്യൂ ചെയ്തപ്പോൾ മനസ്സിലായത്, ഇതിന് മുന്നേ ഞാൻ റെസ്യൂംസ് റിവ്യൂ ചെയ്യുന്നുണ്ടായിരുന്നു. സോ അപ്പോഴൊക്കെ എനിക്ക് മനസ്സിലായതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേർ ജോബ് കിട്ടുന്നില്ല, ഇന്റർവ്യൂ കാൾസ് ഒന്നും വരുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇവരുടെ റെസ്യൂം നോക്കുന്ന സമയത്ത് ഇവരുടെ റെസ്യൂംസ് ഒന്നും ATS ഫ്രണ്ട്ലി അല്ല. നല്ല പ്രൊജക്ട്സ് ഇല്ല. ഈ പ്രൊജക്ട്സ് ഒക്കെ അവർ ചെയ്തതെന്ന് വെച്ചാൽ ടു ഡു ആപ്പ്. നിങ്ങൾ ഒറ്റ കാര്യം നോക്കിയാൽ മതി. നിങ്ങളുടെ കമ്പനിക്ക് നിങ്ങൾക്കൊരു ഡെവലപ്പറിനെ വേണം. ആ ഒരു സമയത്ത് പുള്ളിയുടെ പ്രൊജക്റ്റ് നോക്കിയപ്പോൾ ടു ഡു ആപ്പും കാര്യങ്ങളും. നിങ്ങൾ അവരെ എടുക്കുമോ കമ്പനിയിലോട്ട്? സോ ജസ്റ്റ് നിങ്ങൾ ചില കാര്യങ്ങൾ കോമൺ സെൻസ് യൂസ് ചെയ്തിട്ട് നോക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കും. സോ ആളുകളുടെ റെസ്യൂമിലുള്ള പ്രൊജക്ട്സ് എന്ന് പറഞ്ഞാൽ ടു ഡു ആപ്പ് അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സ് ഗ്ലോണ് അല്ലെങ്കിൽ യൂട്യൂബിൽ നോക്കി ചെയ്ത കുറച്ച് ഗ്ലോൺസും കാര്യങ്ങളാണ്. ഇതുകൊണ്ടൊന്നും കാര്യമില്ല. ഇത് ആർക്കും ചെയ്യാം. 8ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്ക് വരെ ഇന്ന് അത് നോക്കി ചെയ്യാം. സോ അത് പഠിക്കണമെങ്കിൽ നിങ്ങൾ ഡെവലപ്പർ ആവേണ്ട ആവശ്യമില്ല. ടൈപ്പ് റൈറ്റർ ആയി കഴിഞ്ഞാൽ അവർക്കിത് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ അപ്പോൾ നിങ്ങൾ എങ്ങനത്തെ പ്രൊജക്ട്സ് ആണ് ബിൽഡ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. സോ നിങ്ങൾ ചെയ്യേണ്ട പ്രൊജക്ട്സ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒരു സാധനം പറഞ്ഞു തരുന്നില്ല. ഇപ്പോൾ എല്ലാവരുടെ റെസ്യൂമിലുള്ള സാധനമാണ് കൊമേഴ്സ്. സോ കൊമേഴ്സ് നല്ലത് തന്നെയാണ്. ഫുള്ളി ഫീച്ചേഴ്സ് ഉള്ള ഒരു കൊമേഴ്സ് നല്ലത് തന്നെയാണ്. ബട്ട് അത് എല്ലാവരും ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഞാനൊരു സാധനം പറഞ്ഞു തരുന്നില്ല. ആ ഒരു സാധനം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അതന്നെ ചെയ്യും. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾ തിങ്ക് ചെയ്യില്ല. സോ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നൊരു സംഭവം എന്ന് വെച്ചാൽ നിങ്ങളെ കൊണ്ട് തിങ്ക് ചെയ്യിപ്പിച്ചിട്ട് നിങ്ങൾ തന്നെ ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ നിങ്ങൾ നാളെ ഒരു എഞ്ചിനീയർ ആണ് ആവാൻ പോകുന്നത്. അല്ലാതെ നിങ്ങളൊരു ഫ്രെയിം വർക്ക് ഡിപ്പെൻഡഡ് ആയിട്ടുള്ള ഒരു ഡെവലപ്പർ അല്ല ആവേണ്ടത്. നിങ്ങളൊരു എഞ്ചിനീയർ ആകണം. സോ നിങ്ങൾ എങ്ങനത്തെ പ്രൊജക്റ്റാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ റെസ്യൂംസിൽ ഒരു ഇൻ്റർവ്യൂവറുടെ കേസിൽ നോക്കുന്ന സമയത്ത് അവർക്ക് കുറച്ചും കൂടി ഒരു ഇവൻ കൊള്ളാലോ എന്ന് തോന്നണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രൊജക്ട്സ് ചെയ്യണം. സോ നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ റിയൽ ലൈഫിൽ തന്നെ നമുക്ക് കുറേ പ്രോബ്ലംസ് ഉണ്ട്. ആ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാൻ പറ്റുന്ന പ്രൊജക്ട്സ് ചെയ്യുക. അങ്ങനത്തെ പ്രൊജക്ട്സ് എന്ന് പറയുന്ന സമയത്ത് സിമ്പിൾ ആയിക്കാരും ചിലപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ക്രെഡ് ഓപ്പറേഷൻസ് മാത്രമായിരിക്കും വരിക. സോ അങ്ങനത്തെ കേസ് ആണെങ്കിൽ നിങ്ങൾ അതിലോട്ട് കുറച്ചും കൂടി ബിസിനസ് ലോജിക്സ് ആഡ് ചെയ്യുക. ബിസിനസ് ലോജിക്സ് എന്ന് പറയുമ്പോൾ കുറേ കണ്ടീഷൻസും കുറേ കേസസ് ആഡ് ചെയ്യുക. ഫോർ എക്സാമ്പിളിന് ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഒരു പ്രോജക്റ്റ് ചെയ്യാൻ IRCTCൻ്റെ കേസ് നോക്കുന്ന സമയത്ത് അതിൽ കുറേ ബിസിനസ് ലോജിക്സ് വരുന്നത്. അതായത് ഇപ്പോൾ ഒരാൾ ബുക്ക് ചെയ്യുന്നത് ഇപ്പോൾ ഒരു തിരുവനന്തപുരം ടു കൊച്ചി വരെ ആണെങ്കിൽ ആ തിരുവനന്തപുരം മുതൽ കൊച്ചി വരെ ആ ഒരു സീറ്റ് ലോക്ക്ഡ് ആയിരിക്കും. സോ പിന്നെ ബുക്ക് ചെയ്യുന്ന ആൾക്ക് അവിടുന്ന് അങ്ങോട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ സീനിയർ സിറ്റിസൺ ആണെങ്കിൽ അവർക്ക് എളുപ്പത്തിൽ ഇരിക്കാൻ അടിയിലായിരിക്കും. പിന്നെ ലേഡീസ് ആണെന്നുണ്ടെങ്കിൽ മെൻസിന് വേറെ സ്ഥലത്ത്, അങ്ങനത്തെ അൽഗോരിതമൊക്കെ അതിൽ വരുന്നുണ്ട്. സോ അങ്ങനത്തെ ബിസിനസ് ലോജിക്സ്, അങ്ങനത്തെ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത്. സോ ഇതൊക്കെ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഒരു അത്യാവശ്യം എക്സ്പോഷർ കിട്ടും. നിങ്ങൾക്കൊരു കോൺഫിഡൻസ് കിട്ടും. ഇൻ്റർവ്യൂസിലൊക്കെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് കോൺഫിഡൻസോടെ ഇൻ്റർവ്യൂയോട് സംസാരിക്കാൻ പറ്റും. ഇതൊരു കേസാണ്. സോ അതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് ഓൺലൈൻ ബുക്കിംഗ്, ഇപ്പോൾ റൂം ബുക്കിംഗ് ആയിട്ടുള്ള പ്രൊജക്ട്സ് ഒക്കെ ചെയ്യാൻ പറ്റും. അതിൽ തന്നെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. ഫോർ എക്സാമ്പിളിന് ഇപ്പോൾ ഞാനൊരു 3 ദിവസത്തിന് റൂം ബുക്ക് ചെയ്തെങ്കിൽ ആ ഒരു റൂം ആൾറെഡി ബുക്ക്ഡ് ആണ് എന്നുണ്ടെങ്കിൽ അടുത്ത ആൾ അവൈലബിൾ ആയിട്ടുള്ള റൂം സെർച്ച് ചെയ്യുന്ന സമയത്ത് അത് കഴിഞ്ഞിട്ടുള്ള റൂംസ് വരാം. സോ അങ്ങനെ നിങ്ങളിത് ചിന്തിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ സിനാരിയോസ് അതിൽ ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, യൂസർ ഫ്രണ്ട്ലി ആകുന്ന കുറേ ഫീച്ചേഴ്സ്, യൂസേഴ്സിന് എളുപ്പമാകുന്ന കുറേ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് അവിടെ ആഡ് ചെയ്യാൻ പറ്റും. സോ ഇതാണ് ചെയ്യേണ്ടത്. സോ ചലഞ്ചിങ് ആയിട്ടുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കുറേ ബിസിനസ് ലോജിക്സ് വരുന്ന പ്രോജക്ട്സ് ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് പിന്നെ ഓപ്പൺ സോഴ്സ് പ്രോജക്ട്സ് ചെയ്യുക. സോ ഓപ്പൺ സോഴ്സ് പ്രോജക്ട്സിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുക. സോ ഗിറ്റബിലും ഇതിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ ഓപ്പൺ സോഴ്സ് പ്രോജക്ട്സ് കിട്ടും. സോ ആസ് എ ബിഗിനർ എന്ന രീതിയിൽ ചിലപ്പോൾ നിങ്ങൾക്കത് ഡിഫിക്കൽട്ടി ആകും. ബട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഒക്കെ ഫോളോ ചെയ്യുന്നവരാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും. നമ്മുടെ ഹാക്ക് ഫെയിൽസ് കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് നമ്മളൊരു ഓപ്പൺ സോഴ്സ് പ്രോജക്ട്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഫ്രീ. സോ ആർക്കും പങ്കെടുക്കാൻ പറ്റും. സോ അതിൽ പങ്കെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ടീം കൊളാബറേഷൻ കൂടും. അതുപോലെ തന്നെ നിങ്ങളുടെ കോഡ് ക്വാളിറ്റി, അതുപോലെ തന്നെ നിങ്ങൾക്ക് റിയൽ വേൾഡ് പ്രൊജക്ട്സിൽ അല്ലെങ്കിൽ റിയൽ വേൾഡ് റിക്വയർമെൻറ്റ്സിൽ വർക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കോഡ് റിവ്യൂയിങ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കും. സോ ഇതൊരു സീരീസ് പോലെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ NPM പാക്കേജസ്, അതുപോലെ തന്നെ സോഷ്യൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത്, അങ്ങനത്തെ കുറേ നല്ല നല്ല കാര്യങ്ങൾ അതിൽ ചെയ്യുന്നുണ്ട്. സോ ഇതൊരു ഭാഗമായിട്ട്. സോ ഈ ഓപ്പൺ സോഴ്സ് പ്രൊജക്ട്സ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കമ്പനികളിലും എല്ലാ
ഇൻ്റർവ്യൂസിൽ നിങ്ങൾക്ക് സ്റ്റാൻഡ് ഔട്ട് ചെയ്തുകൊണ്ട് നിൽക്കാൻ പറ്റും. സോ ഇതിനെക്കുറിച്ച് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടാൻ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലായിരിക്കും നമ്മൾ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഇടാൻ എളുപ്പം. സോ ഇത്രയും കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്. സോ ഇങ്ങനത്തെ പ്രൊജക്ട്സ് ഒക്കെ ചെയ്യുക, അല്ലാതെ ആരെങ്കിലും ചെയ്ത സാധനങ്ങൾ എടുത്ത് ചെയ്തിട്ട് കാര്യമില്ല. പിന്നെ നിങ്ങൾക്ക് റെസ്യൂംസിൽ ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈവ് പ്രൊജക്ട്സ്. സോ ലൈവ് പ്രൊജക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഫ്രീലാൻസ് ചെയ്യാൻ നോക്കാം. സോ ഞാൻ ഫ്രീലാൻസ് എങ്ങനെ ചെയ്യണം, ഫ്രീലാൻസിൻ്റെ ക്ലയൻസ് എങ്ങനെ കിട്ടണം എന്നുള്ളൊരു വീഡിയോ ഞാൻ നമ്മുടെ ചാനൽ മുന്നിട്ടിട്ടുണ്ട്. വേണമെങ്കിൽ ഇവിടെ ലിങ്ക് കൊടുക്കാം. സോ ഈ വീഡിയോ കണ്ടിട്ട് കുറേ ആൾക്കാർക്ക് യൂസ്ഫുൾ ആയി ക്ലയൻസിനൊക്കെ കിട്ടിയെന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇൻസ്റ്റയിലൊക്കെ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു കാര്യങ്ങൾ കൂടി നോക്കുക. അത് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഐഡിയാസ് ആണ്. സോ മേ ബി നിങ്ങൾക്ക് വേറെ ഐഡിയാസ് ഉണ്ടാകും, അതൊക്കെ വീഡിയോയുടെ കമൻറ്റിന് താഴെ പറയാൻ പറ്റും. അപ്പോൾ ബാക്കിയുള്ളവർക്ക് യൂസ്ഫുൾ ആകും. സോ ഫ്രീലാൻസ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഫ്രീലാൻസ് പ്രോജക്ട്സ് നമ്മുടെ ഒരു ജോബിലോട്ട് എത്തുന്ന സമയത്ത് നമ്മളെ വളരെയധികം ഹെൽപ്ഫുള്ളാണ്. സോ എപ്പോഴും റെസ്യൂമിലൊക്കെ പ്രൊജക്ട്സിൻ്റെ ലിങ്ക് ആഡ് ചെയ്യുക, ലൈവ് ലിങ്ക് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഞാൻ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രൊജക്റ്റ് ചെയ്യാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവൻ അതൊരു സിമ്പിൾ ക്രെഡ് ഓപ്പറേഷൻ പ്രൊജക്റ്റ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇൻ്റർവ്യൂയറിനെ ഇമ്പ്രസ് ചെയ്യാൻ പറ്റും, അത് നല്ലൊരു ഐഡിയ ആണെങ്കിൽ. സോ കാരണം കമ്പനികൾക്ക് എപ്പോഴും വേണ്ടത് പ്രോബ്ലം സോൾവിങ് ആയിട്ടുള്ള കൊളാബറേറ്റീവ് സ്കില്ലുള്ള ഫാസ്റ്റ് ലേണേഴ്സ്, അല്ലെങ്കിൽ പെട്ടെന്ന് അഡാപ്റ്റ് ആവുന്ന, അല്ലെങ്കിൽ മെൻറ്റർഷിപ്പ് ഉള്ള ഈ ഒരു ക്വാളിറ്റീസ് ഒക്കെ ഉള്ള ഒരാളെയാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ക്വാളിറ്റീസ് ഡെവലപ്പ് ചെയ്യാനും കൂടി നിങ്ങൾ നോക്കണം. സോ ഞാൻ നേരത്തെ പറഞ്ഞു കൊളാബറേറ്റീവ് സ്കിൽസ് ഉള്ള. സോ നിങ്ങൾ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ എപ്പോഴും നിങ്ങൾ സോളോ ആയിട്ട് ചെയ്യുന്നതിനേക്കാൾ ബെറ്റർ 1 2 3 ആളൊക്കെ വെച്ചിട്ട് കൊളാബറേറ്റീവ് ആയിട്ട് ചെയ്യുക. സോ എൻ്റെ കേസിലൊക്കെ ഞാൻ അങ്ങനെ ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്കൊരു 3-4 പേരുണ്ടായിരുന്നു. സോ ചില പ്രൊജക്റ്റ് 2 പേരായിരിക്കും, 3 പേരായിരിക്കും, 4 പേരായിരിക്കും, അങ്ങനെയാണ് ഞങ്ങൾ ചെയ്യാറ്. ഓക്കെ, ചില പ്രൊജക്റ്റിൽ ഞങ്ങൾ ജിറൊക്കെ യൂസ് ചെയ്യാറുണ്ട്. സോ ഇൻഡസ്ട്രിയിൽ എങ്ങനെ വർക്ക് ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മൾ ജിറൊക്കെ യൂസ് ചെയ്തിട്ട് ടിക്കറ്റ്സ് ഒക്കെ ഉണ്ടാക്കിയിട്ടൊക്കെ വർക്ക് ചെയ്യാറുണ്ട്. സോ ടൈം ട്രാക്ക് ചെയ്തിട്ട് അങ്ങനെയൊക്കെ വർക്ക് ചെയ്യാറുണ്ട്. സോ ആ ഒരു ലെവലിലോട്ട് നിങ്ങൾ ഈ ഒരു സമയത്ത് തന്നെ പഠിച്ച് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിൽ നല്ല ഇതാകാൻ പറ്റും. നമ്മൾ സ്പ്രിൻ്റൊക്കെ ഫോളോ ചെയ്തിട്ട് 1 വീക്ക് സ്പ്രിൻ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ചിലപ്പോൾ നിങ്ങൾക്ക് ജിറയും സ്പ്രിൻ്റൊന്നും അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട, ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ കിട്ടും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ അതുമായിട്ട് ചെയ്യുന്നുണ്ട്. സോ അതുപോലെ തന്നെയാണ് ഫാസ്റ്റ് ലേണേഴ്സ്, അല്ലെങ്കിൽ എന്തും പഠിക്കാൻ അല്ലെങ്കിൽ എന്തും അഡാപ്റ്റ് ആവാൻ കഴിവുള്ള ആളുകളെയാണ് കമ്പനിക്ക് എപ്പോഴും വേണ്ടത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് എപ്പോഴും ഞാൻ സെൽഫ് ലേണിംഗ് പ്രൊമോട്ട് ചെയ്യുന്നത്. സോ സെൽഫ് ലേണേഴ്സിന് അതിൻ്റെ ഒരു കോൺഫിഡൻസ് ഉണ്ടാകും, എന്തും എങ്ങനെയും പഠിക്കാം എന്നുള്ളൊരിത്. സോ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത്. സോ ഇനി എന്തെങ്കിലും ഈ വീഡിയോയിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് DM ചെയ്യുക, അല്ലെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ. ഞാനപ്പോൾ റിപ്ലൈ ചെയ്യുന്ന സമയത്ത് കൂടുതൽ പേർക്കും അത് അറിയാൻ പറ്റും. സോ ഇനി എന്തിനേയും കുറിച്ച് വീഡിയോ വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഞാനിപ്പോൾ എല്ലാം കൂടി പറഞ്ഞ സമയത്ത് നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ടോ എന്ന് അറിയില്ല. സോ ഞാൻ ഈ ഒരു വീഡിയോ ത്രൂ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ബ്രീഫായിട്ട് പറയാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞത് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ചലഞ്ചിങ് ആയിട്ടുള്ള ബിസിനസ് ലോജിക്സ് ഒക്കെ നല്ല വരുന്ന പ്രൊജക്ട്സ് ചെയ്യുക. പിന്നെ സെക്കൻഡ് ആയിട്ട് പറഞ്ഞത് ഓപ്പൺ സോഴ്സ് പ്രൊജക്ട്സിലൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ നോക്കുക. തേർഡ് എന്ന് പറയുന്നത് ഫ്രീലാൻസിങ് പ്രൊജക്ട്സിലൊക്കെ ഇൻക്ലൂഡ് ആവുക എന്നുള്ള കാര്യങ്ങൾ. സോ എല്ലാ പ്രൊജക്ട്സിൻ്റെയും ലൈവ് ലിങ്ക് എപ്പോഴും റെസ്യൂമിൽ ആഡ് ചെയ്യണം. ആൻഡ് പ്രൊജക്ട്സ് ഒക്കെ ചെയ്യുമ്പോൾ അതൊരു കൊളാബറേറ്റീവ് ആയിട്ട് സോളോ ആയിട്ട് ചെയ്യുന്നതിനേക്കാൾ ബെറ്റർ 2-3 പേരൊക്കെ വെച്ചിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് ഇൻ്റർവ്യൂവർ മേ ബി ചോദിക്കും നിങ്ങൾ ഏത് പാർട്ടിലാണ് എന്നൊക്കെ വർക്ക് ചെയ്തത്. ആ ഒരു സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റണം. സോ അത് റെസ്യൂംസിൽ ആഡ് ചെയ്യാൻ പറ്റണം. സോ എന്നീ കാര്യങ്ങളൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. സോ ഇപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സോ താങ്ക് യു ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്.